തൗഹീദ് മോക്ഷത്തിൻ്റെ നേർവഴി എന്ന സാർവകാലിക പ്രസക്തമായ ഒരു പ്രമേയത്തെ ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുകയാണ് മുജാഹിദുകൾ. ഇവിടെ അതിൻ്റെ ജില്ലാതല പ്രചരണ ഉദ്ഘാടനത്തിന് നമ്മൾ സാക്ഷികളാകുമ്പോൾ തൗഹീദിൻ്റെ കാമ്പും കാതലും തൗഹീദിൻ്റെ മഹത്വവും ഔന്നിത്യവും നിരന്തരം നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ മനസ്സുകൾക്കകത്തേക്ക് നാം പകർന്നു കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് കാലം ഒരുപാട് മാറി. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്നലകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഇന്നിൻ്റെ ലോകത്തിന് കഴിഞ്ഞു. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ കാലമാണ്. കാലചക്രത്തിൻ്റെ കറക്കമനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് സാങ്കേതിക വിവരങ്ങളും ആ രംഗത്തുള്ള വിജയങ്ങളുമെല്ലാം ഇന്നിൻ്റെ തലമുറക്ക് സാധ്യമാകുമ്പോൾ ഈ വിജയങ്ങൾക്ക് മുന്നിൽ വിനയാന്വിതരാകുന്നതിന് പകരം പലപ്പോഴും കൂടുതൽ സ്വാർത്ഥരും കൂടുതൽ അഹങ്കാരികളും കൂടുതൽ ധിക്കാരികളും, എന്തിനേറെ ഈ വിശ്വമഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ റബ്ബുൽ ആലമീൻ്റെ അസ്തിത്വത്തെ തന്നെ വെല്ലുവിളിക്കുന്ന, ധിക്കരിക്കുന്ന, എല്ലാ അർത്ഥത്തിലും ധാർഷ്ട്യ നിലപാടിലേക്ക് ആളുകൾ പോയി പോകുന്നു എന്ന സങ്കടകരമായ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് നിഷേധിച്ച് തള്ളാനാവുക? പലപ്പോഴും ഇന്നത്തെ സോഷ്യൽ മീഡിയ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ പ്രതിപ്പട്ടികയിൽ ചേർക്കാനും ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഉടയവൻ്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുവാനുമാണ് ഇന്ന് ബോധപൂർവം തൽപര കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് ആവർത്തിക്കുകയാണ് മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും. ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് നിരന്തരം ആവർത്തിക്കുകയാണ് നമുക്ക് ചുറ്റുമുള്ള അത്ഭുതകരമായ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും. ആ പച്ച പരമ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ, വസ്തുനിഷ്ഠമായ പച്ചയായ വ്യക്തമായ തെളിവുകൾക്ക് മുന്നിൽ ദൈവനിഷേധികളും സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന ആളുകളും തരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രത്തോളം എന്നാൽ നമ്മൾ നിസാരമെന്ന് കരുതുന്ന മനുഷ്യൻ്റെ കണ്ണുപോലും പരിണാമവാദികൾക്ക് മുന്നിൽ ശക്തമായ ഒരു തെളിവാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ തെളിവ്. മനുഷ്യൻ വളരെ നിസാരമെന്ന് കരുതുന്ന മയിലിൻ്റെ പീലി പോലും ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന ശക്തമായ തെളിവായി ലോകത്തിൻ്റെ മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. നിസാരമെന്ന് നമ്മൾ കരുതുന്ന മയിൽപീലി പോലും ലോകത്തോട് വർത്തമാനം പറയുകയാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന്. നിസാരമെന്ന് നമ്മൾ കരുതുന്ന ലോകത്തെ ഓരോ പ്രപഞ്ച വസ്തുതകളും ലോകത്തോട് ആവർത്തിച്ചു വ്യക്തമാക്കുകയാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ സഞ്ചരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വമഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ അറിയുകയും ഉൾക്കൊള്ളുകയും ആ ഉടയവനെ ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളെ തന്നെ പഠിക്ക്, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്ക്. നിങ്ങളിൽ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ആഴത്തിൽ ഉൾക്കാഴ്ചയുള്ള ആളുകളായി തീരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. തീർച്ചയായും ഈ ലോകത്ത് ഒരു സട്ടാവുണ്ട് എന്ന് മനുഷ്യൻ്റെ ആന്തരാവയവങ്ങളും മനുഷ്യൻ്റെ ബാഹ്യാവയവങ്ങളുമെല്ലാം ലോകത്തോട് നിരന്തരം ആവർത്തിക്കുന്ന ചിത്രമാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. വളരെ നിസ്സാരമെന്ന് കരുതുന്ന നമ്മുടെ ശരീരത്തിലെ തലച്ചോർ, നമ്മുടെ തലച്ചോറിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളെക്കുറിച്ച് സ്കൂളിൽ അതേ സയൻസ് പഠിക്കുന്ന, ബയോളജി പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ കനം വെറും 1400 ഗ്രാമാണ്. അതിൽ സെറിബ്രമുണ്ട്, സെറിബെല്ലമുണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, തലാമസ് ഉണ്ട്, മെഡുല ഒബ്ലാങ്കേറ്റ ഉണ്ട്. ഇവ ഓരോന്നും നിർവഹിക്കുന്ന ധർമ്മം അക്ഷരാർത്ഥത്തിൽ അത്ഭുതകരമാണ്. അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കേവലം 1400 ഗ്രാം മാത്രം വലിപ്പമുള്ള മനുഷ്യൻ്റെ മസ്തിഷ്കം, മനുഷ്യൻ്റെ തലച്ചോറ് എത്രമേൽ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാലിൻ്റെ ഒരു ചെറുവിരൽ തുമ്പിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ ഞൊടിയിടകൾ കൊണ്ട് ഈ വിവരം, ഈ സന്ദേശം തലച്ചോറിന് ലഭിക്കുകയും മനുഷ്യ തലച്ചോറിൻ്റെ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗം എന്നോണം ഹൈപ്പോതലാമസ് ആണ്, മനുഷ്യ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ആണ് മനുഷ്യൻ്റെ മസിലുകൾക്ക് മെസ്സേജുകൾ നൽകുന്നത്.
വലതുകാലിൻ്റെ ചെറുവിരൽ തുമ്പിൽ ഒരു ഉറുമ്പ് കടിച്ചിട്ടുണ്ട്, ഞൊടിയിടകൾ കൊണ്ട് ആ ഉറുമ്പിനെ തട്ടിയിടണമെന്ന്. എത്രയും വേഗം നമ്മുടെ വിരലുകൾ ചലിക്കുന്നു, ആ ഉറുമ്പിനെ തട്ടിയിടുന്നു, തള്ളിയിടുന്നു. എത്ര പെട്ടെന്നാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായ അത്ഭുതകരമായ സംവിധാനങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും സാക്ഷികളാവുകയാണ് എന്ന് ചുരുക്കം. മനുഷ്യന്റെ തലച്ചോറിൽ ഏകദേശം ആ രംഗത്തുള്ള ശ്രദ്ധേയമായ പഠനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതെ 10,000 കോടിയോളം ന്യൂറോണുകൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ട് എന്നാണ്. ഓരോ ന്യൂറോണിനും ഏകദേശ കണക്കാണ്. ശാസ്ത്രലോകം ലോകത്തെ പഠിപ്പിക്കുന്നതും അതാണ്. പക്ഷേ ഓരോ ന്യൂറോണും നമ്മുടെ ടേബിൾ മോഡിൽ വെച്ച് നമ്മൾ എണ്ണാൻ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഓരോന്നും 10,000 കോടി എണ്ണി തീരണമെങ്കിൽ ഏകദേശം 3171 കൊല്ലം വേണം. സുബ്ഹാനല്ലാഹ്. ഈ അത്ഭുതം നമ്മുടെ തലയോട്ടിക്കകത്തുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന സത്യത്തെ നമുക്ക് തള്ളിക്കളയാനാവുക? വഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യൻ മാത്രമാണ്. ഹുവർ റഹ്മാനുർ റഹീം, അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ് എന്നാണ് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നത്. അവൻ റഹ്മാനാണ്, റഹീമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ തലച്ചോറിന്റെ അത്ഭുതകരമായ സംവിധാനത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ആരും അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്ന് ഹൃദയം തുറന്ന് അംഗീകരിക്കുമെന്ന് മാത്രമല്ല, അവന്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്യതനായി സുജൂദ് ചെയ്യും. സുബ്ഹാനല്ലാഹ്, നീ എത്ര അത്ഭുതകരമായ ഇടപെടലാണ് നടത്തുന്നത് നാഥ എന്ന വിനയാന്യതമായ പ്രതികരണമായിരിക്കും വിവേകമതികളുടെ ഭാഗത്തു നിന്നുണ്ടാവുക, ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. പക്ഷെ എത്ര സത്യം കണ്ടാലും, എത്ര സത്യം കേട്ടാലും, എത്ര കണ്ട് സത്യം ബോധ്യമായാലും ഈ ലോകത്തിനൊരു ശക്തിയുണ്ട്, ഒരു സട്ടാവുണ്ട് എന്ന് അംഗീകരിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറയുന്നവന്റെ പേരാണ് അതെ ധിക്കാരി, അവന്റെ പേരാണ് അഹങ്കാരി. അവനെയാണ് ഇന്ന് അതെ ദൈവനിഷേധി എന്ന് വലിയ പട്ടം ചുമത്തി കൊണ്ടു നടക്കുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന പച്ച പരമയാഥാർത്ഥ്യത്തിലേക്ക് അവ വിരൽ ചൂണ്ടുന്നു എന്ന് ചുരുക്കം. നമ്മുടെ ശരീരത്തിൽ കേവലം 250 മുതൽ 300 ഗ്രാം മാത്രം കനമുള്ള ഒരു ചെറിയ അവയവം മാത്രമാണ് നമ്മുടെ ഹൃദയം. പക്ഷേ ഹൃദയം നിർവഹിക്കുന്ന ധർമ്മത്തെക്കുറിച്ച്, അതിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ ലോകം ഇന്ന് തരിച്ചു നിൽക്കുകയാണ്. എത്ര കൃത്യമാണ് അതിൻ്റെ സംവിധാനം, എത്ര കൃത്യമാണ് ഹൃദയത്തിൻ്റെ മിടിപ്പ്. മാതാവിൻ്റെ ഗർഭാശയത്തിൽ കുഞ്ഞൻ ആയിരിക്കുന്ന സമയത്ത്, ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് അതെ ബീജവും അണ്ടവും കൂടിച്ചേർന്ന് സിക്താണ്ഡമായി മനുഷ്യന്റെ മാതാവിൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചു തുടങ്ങി വളർന്ന് 22ാമത്തെ ദിവസം പ്രായമാകുന്ന ആ സമയം മുതൽ നമ്മുടെ ഹൃദയം മിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുതൽ മിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഇടനെഞ്ചിൽ കയ്യിൽ വെച്ചാൽ ആ മിടിപ്പ് നമുക്ക് അനുഭവമാകും. എന്ന് ആ മിടിപ്പ് നിൽക്കുന്നുവോ അന്ന് ഈ ലോകത്തോടുള്ള എല്ലാമുള്ള യാത്രക്ക് നമ്മൾ തയ്യാറായി എന്നർത്ഥം. അതെ, ഈ സംവിധാനത്തിന് നമ്മൾ സാക്ഷികളായി കൊണ്ടേയിരിക്കുന്നു. ഈ നീണ്ട വർഷങ്ങൾക്കിടയിൽ 30, 40, 50, 60, 70, 75 വയസ്സും പ്രായമുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മുടെ ഹൃദയം ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരല്പസമയം പണി മുടക്കിയിരുന്നുവെങ്കിൽ എന്നേ നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയുമായിരുന്നു. അത്ഭുതകരമായ നമ്മുടെ നിയന്ത്രണത്തിലല്ല ഹൃദയത്തിന്റെ മിടിപ്പും താളവും സംവിധാനവും പോലും. ഈ അത്ഭുതകരമായ മിടിപ്പിനും താളത്തിനും സംവിധാനത്തിനും വിധേയമായി കൊണ്ടിരിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിച്ചു തള്ളാനാവുക? ലോകത്ത് ദൈവമില്ല, പടച്ചറബില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊല്ലും, അല്ല ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നാണ് ഇന്നലകളിൽ ചില താത്വികാചാര്യന്മാർ ലോകത്തോട് വിളിച്ചു കൂവിയത്. യൂറോപ്പിന്റെ തെരുവുകളിൽ അണിഞ്ഞ വസ്ത്രങ്ങൾ പോലും കീറി വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞത്, ഞങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ശക്തിയുണ്ടെങ്കിൽ ആ ശക്തിക്ക് ദൈവം എന്നാണ് പേരെങ്കിൽ ആ ദൈവത്തെ ഞങ്ങൾ ഇതാ കൊന്നിരിക്കുന്നു, ഗോഡ് ഈസ് ഡെഡ്, ദൈവം മരിച്ചു പോയിരിക്കുന്നു എന്നാണ് ഭ്രാന്തന്മാരെ പോലെ അലമുറയിട്ട് നിലവിളിച്ച് തെരുവുകളിലൂടെ കൂവി വിളിച്ചുകൊണ്ടാണ് അവർ അന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ മനുഷ്യന്റെ പിടക്കുന്ന ഹൃദയം ഇന്നും നിരന്തരം ലോകത്തോട് പറയുകയാണ്, ഇല്ല, ലോകത്തെ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ ആർക്കും കൊല്ലാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, അവൻ ഹയ്യാണ്, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ് എന്നുള്ള പരമയാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് നമ്മുടെ ഹൃദയം പോലും.
നമ്മുടെ തലച്ചോറ് പോലും, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശം പോലും, നമ്മുടെ കണ്ണുകൾ പോലും, നമ്മുടെ കർണപുടങ്ങൾ പോലും, എന്തിനേറെ നമ്മുടെ ശരീരത്തിൽ അത്ഭുതകരമായ വിരലുകളുടെ സംവിധാനങ്ങൾ പോലും, നമ്മുടെ ശരീരത്തിൽ അത്ഭുത സംവിധാനമായ DNA പോലും, നമ്മുടെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളും ഈ ലോകത്തിനൊരു ശക്തിയുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതുകൊണ്ട് പടച്ചറബ് പറഞ്ഞത് എത്ര കൃത്യമാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല ഘടനയോടുകൂടെയാണ് മനുഷ്യനെ പടച്ചറബ് വാർത്തെടുത്തത്, സൃഷ്ടിച്ച് സംവിധാനിച്ചത് എന്ന് പറയുമ്പോൾ ആ അത്ഭുതത്തിന് നമ്മൾ സാക്ഷികളാകുമ്പോൾ അവനവൻ്റെ ശരീരം നോക്കി, അവനവൻ്റെ ശരീരത്തിൽ അത്ഭുതകരമായ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ പഠനവിധേയമാക്കുന്ന നമുക്കെങ്ങനെയാണ് ദൈവനിഷേധിയാവാനാവുക? നമുക്കെങ്ങനെയാണ് ഈ ലോകത്തൊരു ശക്തിയില്ല, അള്ളാഹുവില്ല, റബ്ബുൽ-ആലമീനില്ല എന്ന ധാർഷ്ട്യത്തിന്റെ, ധിക്കാരത്തിന്റെ, അഹങ്കാരത്തിന്റെ നിലപാട് സ്വീകരിക്കാൻ കഴിയുക? ഒരിക്കലുമില്ല. മറിച്ച് വിനയാന്വിതരായി അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം സുജൂദ് ചെയ്ത് അങ്ങേയറ്റം വണക്കം, അങ്ങേയറ്റം കീഴ്വണക്കം പടച്ചറബിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പ്രതികരിക്കാനേ നമുക്ക് കഴിയൂ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പിടിക്കുന്ന മിടിക്കുന്ന ഹൃദയത്തിന്റെ നെഞ്ചിന്റെ മുകളിൽ കൈവച്ച് ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നുവെന്ന് നെഞ്ചത്ത് കൈവച്ചു പറയാൻ നമുക്കാണ് കഴിയേണ്ടത്. അത് ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോകത്തിനൊരു സട്ടാവുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ച വസ്തുതകളെല്ലാം, പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെല്ലാം, അത്ഭുതകരമായ സൃഷ്ടി സംവിധാനങ്ങളെല്ലാം ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് നിരന്തരം നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് വരാം. അള്ളാഹു പറഞ്ഞതുപോലെ വഇലാഹുകും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യൻ മാത്രമാണ്, അവനാകട്ടെ പരമകാരുണ്യകനും കരുണാവാരുതിയുമാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ കാമ്പും കാതലും ഉൾക്കൊള്ളാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണമെന്ന് ചുരുക്കം. ഈ മഹിതമായ ആശയത്തെ, ആദർശത്തെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കാൻ നിയോഗിതരായ ആളുകളാണ് മുഴുവൻ അമ്പിയാക്കളും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരേക്കുമുള്ള മുഴുവൻ പ്രവാചകന്മാരും ഈ പച്ചയായ യാഥാർത്ഥ്യത്തെ, ശുദ്ധ ഏകദൈവാരാധനയെ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ, ഈ ലോകത്തിനൊരു സട്ടാവുണ്ടെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നും അവനാണ് പൂർണ്ണാർത്ഥത്തിൽ അവന്റെ ഏകത്വവും അവന്റെ അദ്വിതീയതയുമാണ് അംഗീകരിക്കേണ്ടത് എന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നും അവന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ മറ്റാരെയും പങ്കുകാരെ ചേർക്കരുത് എന്ന ശരിയായ തൗഹീദ്, ശരിയായ ശിർക്ക്, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് കൃത്യമായി അതിന്റെ ആഴത്തിൽ ലോകത്തെ പഠിപ്പിച്ചിട്ടാണ് ലോകത്തെ മുഴുവൻ പ്രവാചകന്മാരും ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഒമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ഈ ശ്രദ്ധേയമായ വർത്തമാനത്തെ ഗൗരവത്തോടെ അറിയാനും ഉൾക്കൊള്ളാനും സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയിലേക്ക് കടന്നു വന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ അടിസ്ഥാന ആശയവും ആദർശവും അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പടച്ചറബിനെ മാത്രം ആരാധിക്കണമേ എന്ന മഹിതമായ ആശയമാണ്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അതെ, അല്ലയോ സമൂഹമേ, നിങ്ങൾ ഏകനായ പടച്ചറബിനെ മാത്രം ആരാധിക്കൂ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കൂ, അവനല്ലാതെ ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല എന്നാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയെ പഠിപ്പിച്ച മഹിതമായ ആശയവും ആദർശവും എന്ന് നമ്മൾ അറിയണം. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചതായി വിശുദ്ധ ഖുർആൻ സൂറ അറാഫിലെ 65-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനല്ലാത്തൊരു ആരാധ്യൻ ആർക്കുമില്ല. നിങ്ങൾ എന്താണ് സൂക്ഷ്മത പുലർത്താത്തത് എന്നാണ് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് നേർക്കുനേരെ തൗഹീദിന്റെ മഹിതമായ ആശയത്തെ പഠിപ്പിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തത്. സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വർത്തമാനം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹവും ഇതേ വരിയും ഇതേ ആശയവും ഇതേ ആദർശവുമാണ് തന്റെ ജനത്തോട് പറഞ്ഞത്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്നത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശമാണ്, അത് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശമാണ്, അത് സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശമാണ്, അത് ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശമാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂ ഹാദാ സിറാത്തും മുസ്തഖീം. അതെ, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂ, തീർച്ചയായും എന്റെയും നിങ്ങളുടെയും റബ്ബായ പടച്ച റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് മോക്ഷത്തിലേക്കുള്ള വഴിമാർഗം, ഇതാണ് നിത്യജീവനിൽ പ്രവേശിക്കുവാനുള്ള വഴിമാർഗം.
ഇതാണ് ശരിയായ ചൊവ്വായ വഴിമാർഗമെന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അധ്യാപനമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ലോകത്തെ അഭിമുഖീകരിച്ചുകൊണ്ട്, ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വർത്തമാനം, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അതെ, പച്ചയായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നേർക്ക് നേരെ പടച്ചറബ്ബാരെന്നും ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഉടയവനെ, നമ്മെ സൃഷ്ടിച്ച, നമ്മുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ പടച്ചറബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻ അമ്പിയാക്കൾ ആവർത്തിച്ചു പറഞ്ഞ ആ മഹിതമായ ആശയത്തെ, ആദർശത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് പ്രവാചകന്മാരുടെ ആദർശമാണ്, ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയമാണ്. ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ആത്യന്തികമായി വിജയം സാധ്യമാകണമെങ്കിൽ, നാളെയുടെ ലോകത്ത് പരലോക മോക്ഷം സാധ്യമാകണമെങ്കിൽ, എല്ലാ അർത്ഥത്തിലുമുള്ള നിത്യജീവനിൽ പ്രവേശിക്കണമെങ്കിലുള്ള പരിഹാരമാർഗമായി മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ശരിയായ പച്ചയായ തൗഹീദി ആശയവും ആദർശവുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പയിന്റെ തലവാചകവും തലക്കെട്ടും പ്രമേയവുമായി നമ്മൾ തൗഹീദ്, മോക്ഷത്തിന്റെ നേർമാർഗം, വഴിമാർഗം എന്ന ഈ ശ്രദ്ധേയമായ ആശയത്തെ, ആദർശത്തെ, പ്രമേയത്തെ ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകുന്നത് എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നതൊരു പരമയാഥാർത്ഥ്യമായിരിക്കെ, അവൻ ഏകനാണ് എന്നതൊരു പച്ചപ്പരമയാഥാർത്ഥ്യമായിരിക്കെ, അവനെ മാത്രം ആരാധിക്കുക എന്നത് നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമായിരിക്കെ, അവന്റെ ഏകത്വത്തിലും അവന്റെ അദ്വിതീയതയിലും അവന്റെ നാമഗുണ വിശേഷണങ്ങളിലും മറ്റൊരു ശക്തിയെയും പങ്കുകാരെ ചേർക്കാൻ പാടില്ല എന്നത് പച്ചയായ നേർക്ക് നേരെയുള്ള ശക്തമായ താക്കീതായിരിക്കെ, തൗഹീദിന്റെ ആത്മാവിന് ഹൃദയത്തോട് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണം. ശിർക്കിന്റെ പുഴുക്കുത്തുകൾ ജീവിതത്തിൽ, വിശ്വാസത്തിൽ സ്പർശിക്കാതെ തന്റെ വിശ്വാസത്തെയും ഹൃദയത്തെയും ആദർശത്തെയും നിലപാടുകളെയും സംശുദ്ധമായി കാത്തു സംരക്ഷിക്കാനും മുവഹിദുകൾ എന്ന നിലയിൽ, വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആൻ മാത്രമല്ലല്ലോ ദൈവം തമ്പുരാന്റെ, അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച് വർത്തമാനം പറയുന്നത്. ഈ പരിസര പ്രദേശങ്ങളിലെ മറ്റിതര മതാശയാദർശങ്ങൾ തങ്ങളുടെ വിശ്വാസമായി കൊണ്ടു നടക്കുന്ന സഹോദരങ്ങളുടെ ശ്രദ്ധക്ക് കൂടി ലോകത്തിന്റെ വിവിധങ്ങളായ ദാർശനിക പ്രമാണങ്ങളെല്ലാം സട്ടാവായി ഉടയവന്റെ ഏകത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മഹാനിർവഹണ സ്തോത്രത്തിലെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ പോലും ദൈവത്തിന്റെ ഏകത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളാണ്. തദേകം സ്മരാമസ്തദേകം ജപാ സാക്ഷരൂപം നമോ നമ. തദേകം, ദൈവം തമ്പുരാൻ ഏകനാണ്. സ്മരാമസ്തദേകം, ആ ഏകനായ ദൈവത്തെ ഞങ്ങൾ സ്മരിക്കട്ടെ. ജപാമ, അവന്റെ നാമത്തെ ഞങ്ങൾ ജപിക്കട്ടെ, വാഴ്ത്തട്ടെ. തദേകം ജഗത്സാക്ഷി രൂപം നമോ നമ. ജഗത്സാക്ഷി സ്വരൂപമായ ഉടയവൻ ഏകനാണ്, അവനെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അവന്റെ നാമത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു എന്നാണ് മഹാനിർവാണ സ്തോത്രത്തിന്റെ വരികൾ പോലും, മന്ത്രങ്ങൾ പോലും. ഇങ്ങനൊരു ആശയവും ആദർശവും ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ, മഹാനിർവാണ സ്തോത്രം അടക്കമുള്ള സ്തോത്ര കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ ഏകനാണെന്നുള്ള വ്യക്തമായ സൂചനകൾ നിലനിൽക്കെ എങ്ങനെയാണ് അതെ ദൈവം ഒന്നല്ല എന്ന ആശയത്തിൽ നിന്ന് മാറി നിരവധി അനവധി ദൈവസങ്കല്പങ്ങളിലേക്ക് എങ്ങനെയാണ് നമുക്ക് പോകാനാവുക? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചത് ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദു ഹദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നിത്യജീവനിലേക്കുള്ള വഴിമാർഗം. ബൈബിൾ പുസ്തകത്തിൽ കാണാം, നിത്യജീവൻ നേടാൻ എന്തു വേണം ഗുരു എന്ന് ക്രിസ്തുവേശുവിനോട് ചോദിച്ചപ്പോൾ ക്രിസ്തുവേശു നൽകിയ മറുപടി ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയണമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ് എന്ന ആശയമാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചത്. സട്ടാവും സംരക്ഷകനുമായ ഉടയവനെ അറിയണം, അവനെ ആരാധിക്കണമെന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു ചെന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തെ പഠിപ്പിച്ചത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ആശയം എന്തോ, മുൻ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയവും ആദർശവും എന്തോ, അത് ഒന്നുകൂടി ഉറപ്പിച്ച് പഠിപ്പിക്കുകയായിരുന്നു ഇവരെല്ലാം. അതുകൊണ്ട് പടച്ചറബ് ഏകനാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറബ് ഏകനാണ്, അവനല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന മഹിതമായ ആദർശത്തെയും ആശയത്തെയും വളരെ ഗൗരവത്തോടെ അറിയാനും മനസ്സിലാക്കാനും സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. സട്ടാവും സംരക്ഷകനുമായ ഉടയവന്റെ ഔന്നത്യത്തെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വർത്തമാനങ്ങൾ, വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങൾ, വ്യത്യസ്തങ്ങളായ കീർത്തനങ്ങൾ, വ്യത്യസ്തങ്ങളായ ദാർശനിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ശ്വേതശതരോപനിഷത്തിൽ 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ നതസ്യ കാര്യം കരണം ച വിദ്യതേ നതത്യ കസ്യ പശ്ചാതി വിരശ്യതേ എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ വരികൾ നമുക്ക് കാണാം. പാരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയതേ.
സ്വാഭാവികജ്ഞാന ഫലക്രിയാച എന്നുള്ള വരികളും വർത്തമാനങ്ങളും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവം തമ്പുരാൻ അവൻ നമ്മളെപ്പോലെ മനുഷ്യനെ പോലെ കേവലമായ ശരീരാവയവങ്ങൾ ഉള്ളവനല്ല, മറിച്ച് അവൻ എല്ലാ അർത്ഥത്തിലും ഔന്നിത്യമുള്ളവനാണ്. അതുകൊണ്ട് അവന്റെ മുന്നിൽ ആവശ്യങ്ങൾ അങ്ങോട്ടാണ് പറയേണ്ടത്, അവനോടാണ് ആവശ്യപ്പെടേണ്ടത് എന്നുള്ള വരികളും വർത്തമാനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സട്ടാവായ ഉടയവൻ സൃഷ്ടികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് എന്ന ആശയത്തെ, ആദർശത്തെ പഠിപ്പിക്കുകയാണ് ഇത്തരം വരികളും വർത്തമാനങ്ങളും. വിശുദ്ധ ഖുർആനാകട്ടെ ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ മറ്റാരുമില്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറ ഇഖ്ലാസിലെ വരികളിലൂടെ അരക്കിട്ടുറപ്പിച്ച പടച്ചറബിന്റെ ഏകത്വത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ ഈ ലോകത്തിന്റെ സട്ടാവാരെന്ന് പരിചയപ്പെടുത്തുന്നു. എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്നും, എന്താണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്നും, എന്താണ് തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത് എന്നും വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഈ മഹിതമായ ആശയത്തെ, ആദർശത്തെ പഠിപ്പിക്കാൻ കടന്നു വന്ന, ലോകത്തിന്റെ വിവിധങ്ങളായ കോണുകളിലേക്ക് കടന്നു വന്ന അമ്പിയാക്കളുമെല്ലാം ഈ ആശയത്തെ തന്നെയാണ് നിരന്തരം ജനങ്ങളെ പഠിപ്പിച്ചത്. അവരുടെ അധ്യാപനങ്ങളുടെ ശേഷിപ്പുകൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും ഈ മഹിതമായ ആശയത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും തെന്നുമാറി ബഹുദൈവ സങ്കല്പങ്ങളിലേക്കും ബഹുദൈവ ആരാധനയിലേക്കും ബഹുദൈവ വിശ്വാസത്തിലേക്കും പോയി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നും കോഴിക്കോട് ജനിച്ച് കോഴിക്കോട് കബറടക്കിയ ഒരു മനുഷ്യൻ അതെ ലോകം നിയന്ത്രിക്കുന്നവനാണ് എന്ന് വിശ്വസിക്കുന്ന, എന്ന് പറയുന്ന, എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന, പ്രചരിപ്പിക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളാണ് എന്നതിനേക്കാൾ വലിയ സങ്കടവും അതിനേക്കാൾ വലിയ ദുരന്തവും വിശ്വാസരംഗത്തെ എന്തെന്നില്ലാത്ത അപജയവും ഇതല്ലാതെ മറ്റെന്താണ് സഹോദരങ്ങളെ? അതുകൊണ്ട് മുദബ്ബിറുൽ ആലം, ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപൻ മാത്രമാണ്. അതല്ലാത്ത കേവല വ്യക്തികൾക്കോ ശക്തികൾക്കോ അതിന് സാധ്യമല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ ആര് എന്ന ചോദ്യത്തിന് അബൂജഹൽ പോലും നൽകിയ മറുപടി അല്ലാഹ് എന്ന മറുപടിയാണ്. അല്ലാഹ് എന്നത് മുസ്ലിങ്ങളുടെ കുലദൈവത്തിന്റെ പേരല്ലല്ലോ, മറിച്ച് ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപനെ വിളിക്കാവുന്ന, പരിചയപ്പെടുത്താവുന്ന ഉന്നതമായ നാമമാണ് അല്ലാഹ്. ഖുലി അദ്ഉല്ലാഹ് അവ അദ്ഉർ റഹ്മാൻ, നിങ്ങൾ അല്ലാഹ് എന്ന് വിളിച്ച് നിങ്ങൾ ദുആ ചെയ്യുക, അല്ലെങ്കിൽ റഹ്മാനെ എന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥന കീർത്തനങ്ങൾ നടത്തുവീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മെ സൃഷ്ടിച്ച, നമ്മുടെ മുൻഗാമികളെ സൃഷ്ടിച്ച, അതേ ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ, ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ, റബ്ബുൽ ആലമീന്റെ ഏകത്വത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവനെ മാത്രം ആരാധിക്കാമെന്ന ശക്തമായ വിശ്വാസരംഗത്തെ അതിശക്തമായ തീരുമാനം നമുക്ക് ഹൃദയത്തോട് ചേർത്തു വെക്കാം. അവന്റെ ഏകത്വത്തിലും അദ്വിതീയതയിലും നാമഗുണ വിശേഷണങ്ങളിലും മറ്റാരെയും പങ്കുകാരെ ചേർക്കില്ല എന്ന ഉഗ്ര ശപഥമെടുക്കാം. ഷിർക്കിന്റെ സ്പർശമില്ലാതെ, ഷിർക്കിന്റെ ലാഞ്ചനയില്ലാതെ, ഷിർക്കിന്റെ പുഴുക്കുത്തുകൾ കടന്നു വരാതെ തൗഹീദിന്റെ വിശുദ്ധമായ ആശയത്തെയും ആദർശത്തെയും മുറുകെ പിടിച്ച് ജീവിക്കും. അവസാന ശ്വാസം വരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവായി ജ്വലിച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കാം. അതിനുവേണ്ടി പടച്ചറബിനോട് പ്രാർത്ഥിക്കാം. അതിനുള്ള ഔദാര്യത്തിന് വേണ്ടി പടച്ചറബിന്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്വിതരായി നമുക്ക് സുജൂദ് ചെയ്യാം. ഈ മഹിതമായ ആശയത്തെ നമ്മുടെ മുൻഗാമികൾ അന്നത്തെ അവരുടെ ദൗത്യം നിർവഹിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഇടങ്ങളിലേക്ക് ഈ മഹിതമായ തൗഹീദി ആശയത്തിന്റെ, ആദർശത്തിന്റെ പ്രചാരകരായി നമുക്ക് കടന്നു ചെല്ലാം. അങ്ങകലെ അറേബ്യൻ മണ്ണിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഈ തൗഹീദി ആശയവും ആദർശവുമായി കടന്നു വന്ന മാലിക് ദീനാറും സംഘവുമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ തൗഹീദി ആശയത്തെ എത്തിച്ചത് എന്നുള്ള ചരിത്രത്തെ നമുക്ക് എങ്ങനെയാണ് വിസ്മരിക്കാൻ കഴിയുക? അവരുടെ പ്രബോധന പ്രവർത്തനത്തിന്റെ ഫലമെന്നോണം അന്ന് നാട് ഭരിച്ചിരുന്ന, അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജശ്രീ രാമവർമ്മ കുലശേഖര പെരുമാൾ എന്ന ചേരമാൻ പെരുമാൾ മഹാരാജാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് മുഖദാവിൽ കാണാൻ ഈ നാട്ടിൽ നിന്ന് അങ്ങകലെ അറേബ്യയിലേക്ക് കപ്പൽ കയറിയ വർത്തമാനം നമ്മുടെ കൊച്ചി കൊട്ടാരത്തിൽ, കൊച്ചി പാലസ് റോഡിലുള്ള അവിടെ കൊട്ടാരത്തിൽ പഴയകാല നമ്മുടെ ഭരണാധികാരികളുടെ പഴയകാല കൊട്ടാരത്തിന്റെ ആ ചവിട്ടുപടികൾ കയറിയാൽ ഫസ്റ്റിലെ വലിയ ഫ്ലെക്സ് നമുക്ക് കാണാം. രാജശ്രീ രാമവർമ്മ കുലശേഖര പെരുമാൾ, രാജശ്രീ രാമവർമ്മ കുലശേഖര പെരുമാൾ. അതെ,
അകലെ നിന്ന് കടന്നു വന്ന ഒരു കൊച്ചു സംഘം ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സഹോദര്യത്തിന്റെ മോക്ഷത്തിന്റെ മഹിതമായ ആശയത്തെ ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകിയപ്പോൾ ആ മഹിതമായ ആശയത്തെ അറിയാനും ആ മഹിതമായ ആശയത്തെ ലോകത്തിന് പകർന്നു നൽകാൻ കടന്നു വന്ന മാനവരാശിയുടെ മഹാപ്രവാചകനെ ഒരു നോക്ക് കാണാനും അന്ന് രാജ്യം ഭരിച്ച ഭരണാധികാരി അങ്ങോട്ട് യാത്ര പോയ വർത്തമാനമാണ് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതെ, ഇത് മാനവികതയുടെ സന്ദേശമാണ്. ഇത് മാനവരാശിക്കുള്ള മഹിതമായ ആശയമാണ്. മാനവരാശിയുടെ മോക്ഷത്തിന് നിദാനമായ മർമ്മപ്രധാനമായ ആശയമാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്, വമയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ പങ്കുകാരെ ചേർത്താൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, അവർക്ക് സ്വർഗപ്രവേശം സാധ്യമല്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് പടച്ച റബ്ബ് തന്നെ പറയുന്നത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നിന്റെ വിശ്വാസ ആശയാദർശങ്ങളിൽ എങ്ങാനും ശിർക്കിന്റെ സ്പർശമുണ്ടായാൽ നിന്റെ കർമ്മങ്ങളെല്ലാം നഷ്ടത്തിലായി പോകുമെന്ന താക്കീത് നൽകുന്നത് അതെ അല്ലാഹുവാണ്. ആർക്ക്? അവന്റെ പ്രവാചകനോട് പോലും. അത്രമേൽ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യണമെങ്കിൽ എത്രമേൽ ഗൗരവമാണ് ഈ തൗഹീദ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്യാമ്പയിന്റെ പ്രമേയമായി തൗഹീദ് മോക്ഷത്തിന്റെ നേർവഴി അല്ലെങ്കിൽ വഴിമാർഗം എന്ന ആശയത്തെ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, നമുക്ക് മുന്നോട്ട് പോകാം. ഇസ്ലാഹി കാരണവന്മാർ നിർവഹിച്ച ദൗത്യ നിർവഹണവുമായി നമുക്ക് മുന്നോട്ട് പോകാം. സനാഉല്ലാ മക്തി തങ്ങൾ അദ്ദേഹം ഈ കൊച്ചു കേരളത്തിന്റെ വിവിധങ്ങളായ ഇടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആശയത്തിന്റെ പ്രചാരകനായി കടന്നു വന്നു. നമ്മുടെ എറണാകുളം ജില്ലയിൽ, നമ്മുടെ കൊച്ചിയിൽ എത്ര കാലം മുമ്പ്, അതെ ഒരു നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹത്തിന്റെ തൗഹീദി ചരിത്ര പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് ആലുവയും കൊച്ചിയും അടക്കമുള്ള പ്രദേശം. ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്കമാലി പോയി അങ്ങനെ ഒരല്പം കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അതെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങൾ നമുക്ക് കാണാം. അവിടങ്ങളിൽ പോലും അല്ലാഹു അക്ബർ എന്നുള്ള ആശയത്തെ കേൾക്കാത്തൊരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ, അല്ലാഹു ഏകനാണ് എന്ന ആശയത്തെ കേൾക്കാത്തൊരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒറ്റക്ക് പോയി അവിടെയുള്ള പ്രദേശങ്ങളിൽ അല്ലാഹു അഹദാണ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ഒരു വൈകുന്നേരം സമയം, ഈ സായാഹ്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം 2-3 പലകകൾ കൂട്ടിയിട്ട് അതിന്റെ മുകളിൽ കയറി നിന്ന് അല്ലാഹുവിന്റെ ഏകത്വത്തെ, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനേകനാണെന്നും അവനെ മാത്രം ആരാധിക്കണമെന്ന മഹിതമായ തൗഹീദി പ്രഖ്യാപനം നടത്തിയ കാരണത്താലാണ് അദ്ദേഹത്തെ അന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ് അവിടെയുള്ള പ്രദേശവാസികൾ കല്ലെറിഞ്ഞത്. ചീഞ്ഞ മുട്ടയെറിഞ്ഞു, അതെ കേടുവന്ന് നാറിയ അഴുകിയ തക്കാളി കൊണ്ടെറിഞ്ഞു. അദ്ദേഹത്തിന്റെ വീട് വരെ കല്ലെറിഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ച് പന്നിനായാട്ടെ എന്ന പരിഹാസ പേര് വിളിച്ച് അദ്ദേഹത്തെ കളിയാക്കി ഓടിച്ചിട്ടുണ്ട് തെരുവുകളിലൂടെ. അന്ന് അദ്ദേഹം സനാഉല്ലാ മക്തി തങ്ങളുടെ മക്തി മനക്ലേശത്തിൽ പറയുന്ന വർത്തമാനമുണ്ട്, എൻ്റെ പ്രവാചകന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ത്വായിഫ് ജനതയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത്രയൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്നാണ് അന്ന് സനാഉല്ലാ മക്തി തങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞത്. അന്ന് അതിനുശേഷം അതേ പ്രദേശത്ത് തൗഹീദി ശബ്ദത്തെ മുടക്കാൻ അതിന് തടസ്സം നിന്ന ആളുകൾക്ക് ഇടയിലേക്ക് പിന്നെയും കയറി ചെല്ലാൻ അവസരമുണ്ടായപ്പോൾ ആ ഒരു അവസരത്തെ ആ നാട്ടുകാരെ തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും അല്ല അദ്ദേഹം ശ്രമിച്ചത്. മറിച്ച് അദ്ദേഹത്തിന്റെ വരികളും വർത്തമാനങ്ങളും ഇങ്ങനെയായിരുന്നു, എന്നെ കഴിഞ്ഞ ദിവസം വീട് വരെ കൊണ്ടു ചെന്നാക്കിയതിന് നിങ്ങളോട് നന്ദി പറയുന്നു എന്നാണ് സനാഉല്ലാ മക്തി തങ്ങൾ എന്ന് പറഞ്ഞത്. എന്നെ വീട് വരെ കൂട്ടിനായി എന്നെ കൊണ്ടുവന്ന് ആക്കി തന്നതിൽ നിങ്ങൾക്ക് നന്ദിയുണ്ട് എന്നാണ് സനാഉല്ലാ മക്തി തങ്ങളുടെ പ്രതികരണം. പിന്നെ നിങ്ങൾ എന്നെ വിളിച്ച പന്നി നായാട്ടെ എന്ന പ്രയോഗം നിങ്ങൾക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണല്ലോ അത്, അതിലും എനിക്ക് സന്തോഷം എന്നാണ് സനാഉല്ലാ മക്തി തങ്ങൾ അന്നതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം തങ്ങളെ ചീത്ത വിളിക്കും അപഹസിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ എന്തും പറയും എന്നൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ വളരെ 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 പക്വമതിയായി
പിന്നെയും തൗഹീദി ആശയത്തെയും ആദർശത്തെയും ആ മനസ്സുകളിലേക്ക് പകർന്നു നൽകിയ ആ ശ്രദ്ധേയനായ സനാഉല്ലാ മക്തി തങ്ങളുടെ തൗഹീദി യാത്രക്കും തൗഹീദി പ്രവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പരിസരങ്ങളിലാണ് നമ്മളുള്ളത് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ എത്രയെത്ര പേർ, ഇങ്ങനെ എത്രയെത്ര ആളുകൾ നമുക്കിടയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, അതേപോലെ തന്നെ KM മൗലവി സാഹിബിനെ പോലെ, അതേപോലെ തന്നെ ഉമർ മൗലവിയെ പോലെ, അതോടൊപ്പം തന്നെ സയ്യിദ് മൗലവിയെ പോലെ, ഇങ്ങനെ AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ എത്രയെത്ര പണ്ഡിത മഹാന്മാരായ വ്യക്തിത്വങ്ങൾ. അവർ വളരെ കൃത്യമായി ഈ മലയാള മണ്ണിൽ തൗഹീദി ആശയ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ നിർവഹിച്ച അവരുടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ, അതിനെല്ലാം ഉന്നതമായ പ്രതിഫലം പടച്ച റബ്ബാണ് നൽകേണ്ടത്. അവരുടെ കർമ്മങ്ങൾക്ക് ഉന്നതമായ പ്രതിഫലം നൽകി അള്ളാഹു അവരെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ പിൻഗാമികൾ എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയും വരും തലമുറകൾക്ക് ഈ തൗഹീദി ആശയത്തെയും ആദർശത്തെയും നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഇടപെടലുകളിലൂടെ അള്ളാഹുവിനെയും പടച്ചറബിനെയും പരലോകത്തെയും സ്വർഗത്തെയും നരകത്തെയും ഇസ്ലാമിനെയും മതത്തെയും ദാർശനിക പ്രമാണങ്ങളെയും വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും നിരന്തരം ഇകഴ്ത്തിക്കൊണ്ട് ബോധപൂർവം ചില ആളുകൾ പരിശ്രമിക്കുമ്പോൾ തങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് അതിൽ പെട്ടുപോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. തങ്ങളുടെ വിവരക്കേടുകൾ കൊണ്ട് അതിലേക്ക് പെട്ടുപോകുന്ന ഒരുപാട് ന്യൂജൻ തലമുറകളുണ്ട്, ഒരു സമൂഹമുണ്ട്. അവർക്കിടയിൽ എന്താണ് വിശുദ്ധ ഖുർആനെന്നും എന്താണ് സുന്നത്തെന്നും ആരാണ് റബ്ബെന്നും ആരാണ് പ്രവാചകനെന്നും എന്താണ് ഇസ്ലാം എന്നും എന്താണ് മതമെന്നും എന്താണ് ദൈവിക പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുന്നതിൻ്റെ മഹത്വവും വൈശിഷ്ട്യവും ഔന്നിത്യവും എന്തെന്നും അതിൻ്റെ മികവും അതിൻ്റെ ഔന്നിത്യവും അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള മോക്ഷപ്രാപ്തിക്ക് നിദാനമായ ആശയത്തിൻ്റെ മഹത്വവും നിരന്തരം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നൊരു വലിയ ദൗത്യം നമുക്കുണ്ട്. അറിയാത്തവർക്ക് നിരന്തരം പറഞ്ഞു കൊടുക്കുക എന്ന ദൗത്യം. അറിഞ്ഞിട്ടും അഹങ്കരിച്ച് ഉറങ്ങുന്നത് പോലെ നടിച്ച് കിടക്കുന്ന ആളുകൾക്കിടയിൽ അവരെ എത്ര ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാലും അവർ ഉണർന്നുകൊള്ളണമെന്നില്ല. പക്ഷെ അവരെ വിളിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഊർജം നമുക്ക് ചുറ്റും സാധാരണഗതിയിൽ ഉറക്കത്തിൽ പെട്ടുപോയ ആളുകൾക്കിടെ കർണപുടങ്ങളിൽ എന്തെന്നില്ലാത്ത ചലനങ്ങൾക്കത് നിമിത്തമാകും. അതുകൊണ്ട് നിർത്തിവെക്കാനായിട്ടില്ല തൗഹീദി പ്രഭാഷണങ്ങൾ, നിർത്തിവെക്കാനായിട്ടില്ല ഖണ്ഡന മണ്ഡനങ്ങൾ, നിർത്തിവെക്കാനായിട്ടില്ല തൗഹീദി സംവാദ വേദികൾ, നിർത്തിവെക്കാനായിട്ടില്ല തൗഹീദി ചർച്ചകളും നിരന്തരമായ സംവാദങ്ങളും. തുടരട്ടെ, അത് തുടർന്നുകൊണ്ടേയിരിക്കണം. അത് കൃത്യമായി പ്രമാണബദ്ധമാകണം, മാന്യമാകണം. അമ്പിയാക്കളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മുൻഗാമികളായ ഇസ്ലാഹി കാരണവന്മാരുടെ മാതൃകകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പൂർവ്വസൂരികളായ സലഫുകളുടെ ചരിത്രത്തിൽ നിന്ന് കൃത്യമായ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദി ആദർശ വീതിയിൽ ജ്വലിച്ചു നിൽക്കാൻ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ യാത്രക്കിടയിൽ സ്വാഭാവികമായ പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം. ആ പരീക്ഷണങ്ങളെയും പ്രയാസഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള ഈമാനികമായ കരുത്തിനു വേണ്ടി, വിശ്വാസരംഗത്തെ ഭദ്രതയ്ക്ക് വേണ്ടി വല്ലാത്ത ക്ഷമയും സഹനവും അവലംബിക്കുവാനുള്ള മനസ്സിന്റെ സ്ഥൈര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ ഉയർത്താനും അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്വിതരാകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന എന്താണ്? തന്നെയും തൻ്റെ വരും തലമുറയെയും സന്തതികളെയും അതെ ഒരർത്ഥത്തിലും ഷിർക്കിന്റെ സ്പർശം കടന്നു വരാത്ത അവസ്ഥയിൽ നീ കാത്തോളണമേ എന്ന്. സിട്ടിപൂജയിലേക്ക് പോയി പോകുന്നതിൽ നിന്ന് നീ എന്നെയും എൻ്റെ സന്തതികളെയും കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന, അത് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവരാകണം. നമ്മുടെ പേരമക്കൾ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവരാകണം. നമ്മുടെ പേരമക്കളുടെ മക്കളും തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവരാകണം. നമ്മുടെ പിന്തലമുറയായി ലോകാവസാനം വരെ നിലനിൽക്കുന്ന പടച്ചറപ്പിന്റെ ഔദാര്യം എന്നോണം അവൻ നൽകുന്ന പിന്തലമുറയിലെ മുഴുവൻ ആളുകളും തൗഹീദി ആശയത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളായി ജ്വലിച്ചു നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകണം. ആ മുവഹിദുകളുടെ പ്രാർത്ഥനകൾ കാരണവന്മാരായ നമ്മുടെ കബറുകൾക്ക് ആശ്വാസമാകും, അള്ളാഹുവിന്റെ കാവലാകും, തുണയാകും എന്ന ആഴത്തിലുള്ള തിരിച്ചറിവോടുകൂടെ അതെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ നിരന്തരം തൗഹീദി ആശയ പ്രബോധന വീതിയിൽ നിറസാന്നിധ്യങ്ങളാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.